ഹലോ, ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ ഡേ 2 ആണ്. ഇതാണ് നമ്മൾ നിന്നിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വ്യൂ. ഇന്ന് ഭയങ്കര ഒരു ഫോഗി ഡേ ആണ്. നമുക്ക് പോവേണ്ടത് സൂക്സ്പിറ്റ്സയിലേക്കാണ്. ഇവിടെ നിന്ന് നമുക്കൊരു 20 മിനിറ്റ്സ് ട്രാവലാണ് സൂക്സ്പിറ്റ്സയിലേക്ക് ഉള്ളത്. അപ്പം ഇവിടുന്ന് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അത്യാവശ്യം നല്ല തണുപ്പുള്ള വെതറാണ്, മഴയും ഉണ്ട്. അപ്പം എന്തൊക്കെയായിരിക്കും ഇന്ന് കാണാൻ പറ്റുക, എവിടെയൊക്കെ പോകാൻ പറ്റും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് പോയി നോക്കാം. നമ്മൾ നിന്ന് എയർബിഎൻബിയിൽ എത്താൻ ഇന്നലെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എങ്ങനെയുണ്ട് സ്ഥലം എന്നുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടൊന്ന് ചെക്കൗട്ട് ചെയ്തതിനു ശേഷം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നല്ല കിടിലൻ വ്യൂ ആയിരുന്നു കേട്ടോ ചുറ്റും ഉണ്ടായിരുന്നത്. ക്യാമ്പിങ്ങിന് വേണ്ടി വരുന്നവർക്ക് ടെൻറ്റ് കെട്ടാനും ഒക്കെ ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വേറെ സ്ഥലവും ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാപ്പി ക്യാമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഓസ്ട്രിയൻ സൈഡിലാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് എയർബിഎൻബിയിൽ നിന്ന് ഇറങ്ങി. ആദ്യം നമ്മളിന്ന് പോകുന്നത് സൂക്സ്പിറ്റ്സയിലേക്കാണ്. സൂക്സ്പിറ്റ്സ എന്ന് പറയുന്നത് ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ജർമ്മനിയാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് നമുക്ക് 2 രീതിയിൽ സൂക്സ്പിറ്റ്സയിലേക്ക് എത്താം. ഒന്നെങ്കിൽ ഐപ്സി വരെ നമ്മൾ എങ്ങനെയെങ്കിലും എത്തിയിട്ട് അവിടുന്ന് കേബിൾ കാർ എടുത്ത് സൂക്സ്പിറ്റ്സയിലേക്ക് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ എയർവാൾഡ് വരെ പോയിട്ട് അവിടുന്ന് ഒരു ട്രെയിനും പിന്നെ ഒരു കേബിൾ കാറും എടുത്തിട്ട് നമുക്ക് സൂക്സ്പിറ്റ്സയിലേക്ക് എത്താം. അപ്പം നമ്മൾ ഓപ്റ്റ് ചെയ്തത് എയർവാൾഡ് വരെ പോയിട്ട് അവിടുന്ന് ട്രെയിൻ എടുക്കാനാണ്. ഇതിലേത് ഓപ്ഷൻ എടുത്താലും ടിക്കറ്റ് ചാർജ് വരുന്നത് പെർ പേഴ്സൺ 72 യൂറോസ് ആണ്. അങ്ങനെ എയർവാൾഡ് വരെ ഡ്രൈവ് ചെയ്ത് കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഈ കാണുന്ന ട്രെയിനിലാണ് സൂക്സ്പിറ്റ്സയിലേക്ക് പോണത്. പോണ വഴി നല്ല ഭംഗിയാണ് കേട്ടോ. ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് ഇതുപോലത്തെ ഫുൾ പുൽമേടുകളും അതിലിങ്ങനെ പശുക്കളും വുഡൻ ബിൽഡിങ്ങുകളൊക്കെ ആയിരുന്നു. കുറച്ചൊന്ന് ഹൈറ്റിലെത്തുമ്പോഴേക്കും പിന്നെ അന്തരീക്ഷം മാറും. വലിയ വലിയ മരങ്ങളുള്ള കാടുകൾ കാണാൻ പറ്റും. പിന്നെ ഇതാ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മഞ്ഞ് കാണാൻ തുടങ്ങി. അപ്പം മനസ്സിലായി ഏകദേശം നമ്മൾ എത്താൻ തുടങ്ങി എന്നുള്ളത്. അങ്ങനെ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് കേബിൾ കാർ എടുക്കാനുള്ളത്. സ്കീയിങ് ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇവിടെ ഒരു അടിപൊളി സ്കീയിങ് ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സ്കീയിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ റെൻറ്റിനെടുത്തിട്ട് സ്കീ ഒക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നിയത് സ്പ്രിംഗ് സീസണിലായിരിക്കും ബെസ്റ്റ് ഇതിനൊക്കെ എന്നുള്ളത്. കാരണം ഓട്ടം ആയതുകൊണ്ട് ഭയങ്കര ഹെവി സ്നോ ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് നേരം മഞ്ഞൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇനി നമുക്ക് പോകേണ്ടത് കേബിൾ കാർ എടുക്കാനാണ്. എൻ്റെ മനസ്സിൽ കേബിൾ കാർ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമുള്ള, അതായത് ഒരു 5-6 ആൾക്കാരെ കൊള്ളുന്ന അങ്ങനത്തെ ഒരു ചെറിയ കേബിൾ കാറായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് കണ്ടോ, ഇത്രയും വലിയൊരു കേബിൾ കാറിലാണ് നമ്മൾ എല്ലാവരും പോണത്. അങ്ങനെ കേബിൾ കാറിൽ എല്ലാവരും കയറിയതിന് ശേഷം ഇദ്ദേഹമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യണത്. ഹൈറ്റ് പേടിയുള്ളവർക്ക് ഇത് കുറച്ചൊരു റിസ്കി ട്രിപ്പായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം താഴേക്ക് നോക്കിയാൽ നമുക്ക് മഞ്ഞ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത്രയും ഹൈറ്റിലാണ് നമ്മൾ പോണത്. കാർ എത്തുന്നതാണ് ഹയസ്റ്റ് പോയിന്റ് ഇൻ ജർമ്മനി. സൂക്സ്പിറ്റ്സയിലെ ഗിപ്ഫൽ സബ്മിറ്റ് എന്നാണ് ഇതിന് പറയുക. ഇത് 2962 മീറ്റേഴ്സ് എബവ് സീ ലെവലാണ്. വെതർ അത്ര നല്ലതല്ലായിരുന്നു എന്നുണ്ടെങ്കിലും നമുക്ക് ഗിപ്ഫൽ സമ്മിറ്റ് കാണാൻ പറ്റി.
അതായത് ഇവിടെ വരാനുള്ള ബെസ്റ്റ് സമയം സ്പ്രിംഗ് ആയിരിക്കും. കാരണം ആ സമയത്ത് സ്നോവും ഉണ്ടാവും, ബവേറിയൻ്റെ ആൽപ്സിൻ്റെ ഒക്കെ ഭംഗിയും നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ തിരിച്ചിറങ്ങാം എന്ന് വിചാരിച്ചു. വന്ന വഴി തന്നെ തിരിച്ചു പോകാം എന്നാണ് വിചാരിച്ചത്. അതായത് ആദ്യം ഒരു കേബിൾ കാർ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ട്രെയിൻ എടുക്കാമെന്ന്. പോണ വഴിയൊന്ന് ഐപ്സിയിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഐപ്സിയിൽ ഒരു ബ്യൂട്ടിഫുൾ ലേക്ക് ഉണ്ട്. ഐപ്സി കാർ പാർക്കിംഗ് എന്ന് നമുക്ക് നടന്നു പോകാനുള്ളതേ ഉള്ളൂ ഈ ലേക്കിലേക്ക്. നല്ല വഴിയായിരുന്നു കേട്ടോ നടക്കാനുണ്ടായിരുന്നത്. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോണ പോലെ ഉണ്ടായിരുന്നു. കാടിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് നടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു സൈഡിൽ ഈ ലേക്ക് കാണാൻ പറ്റും. പിക്ചേഴ്സിലൊക്കെ കണ്ടിരുന്ന പോലത്തെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിയർ വാട്ടർ ഉള്ള ലേക്ക്. എന്തൊരു ഭംഗിയായിരുന്നു കാണാമെന്നറിയോ. ലേക്കിൻ്റെ അടുത്തേക്ക് എത്തുന്ന അനുസരിച്ചിട്ട് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കൂടി വരുമായിരുന്നു. കാരണം ഇങ്ങനെ ക്ലിയർ വാട്ടർ, ഒരു സൈഡിൽ ഭയങ്കര ഗ്രീൻ കളറും ഒരു സൈഡിൽ ബ്ലൂ കളറും. ലേക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞ് മൂടിയ കളർഫുൾ മരങ്ങളും. വാവ്, ഇതെൻ്റെ ഒരു കോർ മെമ്മറി ആയിരുന്നു. ഞാൻ ഒരിക്കലും ഈ ഒരു സ്ഥലം മറക്കില്ല.